സ്വത്രം. റോമാലേഖനം 12 കണ്ടിന്യൂഷനാണ്. നീ നിന്നെ സൂക്ഷിക്കുക, അതിന് ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെ ഇതിൽ പ്രസംഗം രക്ഷിക്കും. അപ്പോൾ പ്രസംഗം ധാരിക്കണം ഉപദേശം. ആരാധനയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആരാധന, ആത്മാവിൽ പാടുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ ആരാധിക്കണം. 150 സങ്കീർത്തനം വായിച്ച് ആരാധിക്കുന്ന ആരാധന രീതി അല്ല. അത് ആത്മാവിൽ പാടുന്ന സങ്കീർത്തനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പഠിപ്പിച്ച ആ പഠനം നമ്മൾ ശരിക്കും പഠിക്കുക. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്നതാണ് വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ ആത്മാവിൻ്റെ ആരാധന ഉടലെടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവമാത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കും. ശബരിയാസ്ത്രീയോട് പറഞ്ഞതും പറഞ്ഞിരിക്കുക ഇന്നത്തെ പെന്തക്കോസ്തുകാർ. ശബരിയാസ്ത്രീയോടും സർവ്വലോകത്തിലുമുള്ള പുതിയ ദൈവവിശ്വാസികളോടുമുള്ള പ്രബോധനമാണ്. അങ്ങനെ എടുക്കണം ഇത്. കർത്താവും അപ്പോസ്തലന്മാരുമാണ് പുതിയ ദൈവസഭയെ ഉപദേശിച്ചത്, അല്ലാതെ മോശയും കൂട്ടരും അല്ല. അവർ പറയുന്ന പല കാര്യങ്ങളും സന്ദർഭോചിതമായിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ ആധികാരികമായി പഠിപ്പിക്കേണ്ടത് നിങ്ങൾ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവുമായി തന്ന കൽപ്പന. 1 കൊരിന്ത്യർ 14:37 വായിച്ചേ പെട്ടെന്ന്. 1 കൊരിന്ത്യർ 14:37 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പെട്ടെന്ന് 1 കൊരിന്ത്യർ 14:37 തങ്ക ലിപിയിൽ എഴുതിയിടേണ്ട വാക്യം. തങ്ക ലിപിയിൽ എഴുതിയിടേണ്ട വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. താൻ പ്രവാചകനെന്നോ ആത്മികനെന്നോ ഓരോരുത്തരും തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നവർ അറിഞ്ഞുകൊള്ളട്ടെ. അടുത്ത്, അങ്ങനെ അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ. നിനക്കറിയാൻ മനസ്സില്ലെങ്കിൽ നീ അറിയണ്ട. ദൈവസഭയുടെ അപ്പോസ്തലനായി പറയുന്ന പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലോസ്, ഗലാത്യർ 1:1. ആ പൗലോസായി ഇത് പറയുന്നത്. ഈ പ്രവാചകനും ആത്മികനും ആരും ആയിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. നിനക്കത് അനുസരിക്കാൻ മനസ്സില്ലേ? വേണ്ട. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പുറകാലം കൊണ്ട് തട്ടിക്കളയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. കുഴഞ്ഞ് കിടക്കുക. അവർ ചെല്ലയും കുഴഞ്ഞു കിടക്കുന്ന പോലെ. കർത്താവ് നിന്നോട് സംസാരിച്ചില്ല. കർത്താവ് യഹൂദന്മാരോടാണ് സംസാരിച്ചത്. കർത്താവ് ശിഷ്യന്മാരോടാണ് സംസാരിച്ചത്. നിന്നോട് സംസാരിക്കാനുള്ള പാക്കേജ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് ഞങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിക്കാതെ രക്ഷയില്ല നമുക്ക്. ഒരു അമേരിക്കൻ അംബാസഡർ, അമേരിക്ക ആക്കി വെച്ചിരിക്കുന്ന ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസഡർ നമ്മളോട് പറയുന്നതാണ് അവിടെ രാജ്യത്ത് നമുക്കെടുക്കുന്ന തീരുമാനങ്ങൾ. വിസയുടെ കാശ്, മറ്റു കാര്യങ്ങൾ, മറ്റ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അല്ല ബൈഡൻ നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്, ട്രംപ് നേരിട്ട് പറയുകയല്ല ചെയ്യണത്. ഇതൊക്കെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കർത്താവ് ഈ ഭൂമി വന്നപ്പോൾ ഞാനും നീയും ഇല്ലെന്ന് മാത്രമല്ല, നമ്മുടെ 20-25 തലമുറയില്ലെന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടരുണ്ട്, ആദിമ അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ കൂടെ തിന്നുകുടിച്ച് നടന്നവർ. രൂപാന്തര ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് തിന്നുകുടിച്ച് നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അവർ പറയുന്ന ഉപദേശം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ നിന്നെ കർത്താവിന് വേണ്ട, പിതാവിന് വേണ്ട. നമ്മൾ വേസ്റ്റാണ്, നമ്മൾ ഗാർബേജാണ്. അങ്ങനെ പഠിക്കണം. പിന്നെ കിടന്ന് കൈകാലും അടിച്ചിട്ടൊന്നും കഥയില്ല. പത്രോസിന് ഉപദേശം പറയാൻ അറിയത്തില്ല, യോഹന്നാന് ഉപദേശം പറയാൻ അറിയത്തില്ല, യാക്കോബിന് ഉപദേശം പറയാൻ അറിയത്തില്ല, യൂദയ്ക്കൊന്നും ഉപദേശം പറയാൻ അറിയത്തില്ല. അവർ പരിശുദ്ധാത്മാവിലാണ് ആ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്.
പത്രോസ് പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവില്ല. കൊർന്നേല്യോസ് പറഞ്ഞത് കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ കൂടിയിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചത് അവിടെ വന്ന് പ്രസംഗിച്ചത്. ഇതൊരുത്തൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്താ പുള്ളി പറയുന്നത്? ഞാൻ പറഞ്ഞ രോഗം മാറും, ഞാൻ പറഞ്ഞ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞ വിസ കിട്ടും, ഞാൻ പറഞ്ഞ കിഡ്നി കിട്ടും, ഞാൻ പറഞ്ഞ വണ്ടി കിട്ടും, ഞാൻ പറഞ്ഞ സൈക്കിള് മാറി ലോറി കിട്ടും, ബൈക്ക് കിട്ടും, കാറ് കിട്ടും. ഇതെവിടത്തെ സുവിശേഷം? ഇത് മറ്റൊരു സുവിശേഷം. ഇതിന്റെ പിന്നിൽ ഏതോ ആത്മാവ്? മറ്റൊരാത്മാവ്. ഇവൻ പറയുന്നത് ഏത് സുവിശേഷം? മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു. പെന്തക്കോസ്തുകാർ സൂക്ഷിച്ചോ. പടലയോടെ പറിച്ച് നരകത്തിൽ തള്ളിക്കളയാൻ പോരുന്ന പോരാട്ടമാണ് അവരിലൂടെ വ്യാപരിക്കുന്നത്. ചില സ്ഥലത്ത് ചെന്ന് ഒരു 2 പഴം വേണമല്ലോ എന്ന് പറയുമ്പോൾ അയാൾ ഒരു പടലയോടെങ്കിലും വലിച്ചു പറിക്കും. അത് വേണ്ട, 2 മതി. അപ്പം 2 പൊറിച്ചെടുക്കും. ഇതൊരു സഭയിലെ വ്യക്തികളെ പടലയോടുകൂടി പറിച്ച് നരകത്തിൽ കളയുന്ന പരിപാടികളായി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് ജീവിച്ചോ. ഈ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. പൗലൂസ് പറയുന്ന ദൈവകൽപ്പന അനുസരിക്കാത്ത ഒരെണ്ണത്തിന് സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ല, സ്വപ്നം കാണാൻ പറ്റത്തില്ല. നിനക്ക് എഴുതി വെച്ചോ. ദൈവവചനത്തിൽ ഊതി നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ആരാധന എന്നുള്ള വിഷയം പൗലൂസ് പറഞ്ഞെടുക്ക. റോമർ 1:10 ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം സാക്ഷി. പൗലൂസിൽ ഒരു ആത്മാവുണ്ട്. ഒരു ആത്മജീവിയാണല്ലോ മനുഷ്യര്. ആ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് വസിക്കുക. വസിച്ചുകൊണ്ട് ആ ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അതിനെ നമ്മൾ ചെയ്യേണ്ടത്. കുറെ പാട്ട് പാടി തകർത്തുകൊണ്ടോ, കുറെ ഗിറ്റാർ കമ്പി അടിച്ച് പൊട്ടിച്ചുകൊണ്ടോ, കുറെ ചെണ്ട അടിച്ച് പൊട്ടിച്ചുകൊണ്ടോ, കുറെ ഓർഗൻ വായിച്ച് തള്ളിയതുകൊണ്ടൊന്നും ആരാധനയാകത്തില്ല. ഇതൊക്കെ എവിടെ നിന്ന് വന്നു ഇങ്ങനെയുള്ള ഈ കൾട്ട് ഉപദേശങ്ങൾ? ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. ആരാധന എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. പഴയ നിയമ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അവർ പാട്ടുകൾ പാടി ആരാധിക്കുക. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതനുസരിച്ച് അന്നവർ ചെയ്തു. അതൊക്കെ പുസ്തകത്തിലുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് നമുക്ക് പ്രമാണം തന്നു, വ്യക്തമായ പ്രമാണം. തമ്മിൽ ഭാരങ്ങളെ ചോപ്പി ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദോരാതെ. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിക്കും, വിടിവിക്കും എന്ന് പറയുമ്പോൾ സാത്താൻ കയറി അനുഗ്രഹിക്കുകയും സാത്താൻ കയറി വിടിവിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ കഴിയത്തില്ല. മനസ്സിലായോ? ദൈവാനുഗ്രഹം ആത്മീയമാണെന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പല പ്രാസംഗികന്മാരും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ജനത്തിന് കിട്ടാൻ വേണ്ടി അക്ഷാന്ത പരിശ്രമം നടത്തുകയാണ്. അവിടെ കയറി പ്രവർത്തിക്കുന്നത് പിശാചാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹം വേണം, വിടുതൽ വേണം, നന്മ വേണം. അത് പുതിയ നിയമ വ്യവസ്ഥയനുസരിച്ചായിരിക്കണം. പൗലോസ് രോഗിയായിരുന്നല്ലോ. ആ രോഗം മാറി അത്ഭുത ശുശ്രൂഷ നടത്തി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ലല്ലോ. കാരണം എന്താ? ആ രോഗിയായിട്ടിരിക്കണോ ദൈവഹിതമായിരുന്നു. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും 3 വട്ടം ശബ്ദം ഉണ്ടായിരുന്ന എൻ്റെ കൃപ നിനക്ക്, ബലഹീനത എൻ്റെ കൃപ തികഞ്ഞു വരുന്നു. അങ്ങനെ ജീവിച്ച ആ മനുഷ്യൻ നിത്യതയിലേക്ക് പോയി. ഇവിടെ രോഗശാന്തി പ്രാപിച്ച് നരകത്തിൽ പോവുക. സഹോദരങ്ങളെ, ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോടെ. എന്നോട് പരിഭവപ്പെടിച്ചിട്ട് ഒരു കഥയുമില്ല. ഞാൻ ദൈവ വ്യവസ്ഥയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആരാധന പാട്ടുപാടി ജന്മം തുലയ്ക്കല്ലേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ദൈവജനം ഒരുങ്ങുക. ഇന്ന് സഭകളിൽ നിന്ന് ആരാധന പിശാച് എടുത്തു മാറ്റി അവിടെ സംഗീത ദശ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ പെരുമ്പാവൂരിലെ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിൽ ഒരു
സംഗീത ദിശയുണ്ടായിരുന്നു, സംഗീത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ലീഡറായിരുന്നു ആര്? മിരിയാം. ആ, ഇൻസ്ട്രുമെന്റ് എന്തായിരുന്നു? ഗിറ്റാർ ഓർഗണ്, തപ്പ് എടുത്തിങ്ങനെ ആട്ടി ഭയങ്കര ഉച്ചയും ബഹളവും ഉണ്ടാക്കി പാട്ടുപാടി അവിടെ നിന്ന് ജനത്തെ കൊണ്ടുവന്നു. എവിടെ ചെന്നു? എവിടെ പോയല്ല. പൗലോസ് പറഞ്ഞ അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീട് പോയി. എവിടെ പോയി ഈ പാട്ടും ആരാധനയൊക്കെ? യോശുവയും കാലേബും വാഗ്ദത്ത കനാലിൽ പ്രവേശിച്ചു. അതിൽ കാലേബിനെ കുറിച്ച് പറയും, എൻ്റെ ദാസനായ കാലേബോ വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ട്. ആ വേറൊരു സ്വഭാവം എന്നുള്ളത് ഇംഗ്ലീഷ് KJV ട്രാൻസ്ലേഷനിൽ പഠിക്കുമ്പോൾ കാലേബിന് അനദർ സ്പിരിറ്റ്, വേറൊരു ആത്മാവായിരുന്നു. അതായത് ദൈവത്തിൻ്റെ ആത്മാവ്. മനസ്സിലായോ കാര്യങ്ങളെ? 1 യോഹന്നാൻ 4:6 എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും സത്യത്തിൻ്റെ ആത്മാവ് ഏത് വഞ്ചനയുടെ ആത്മാവ് ഏതെന്ന് ഇതിനാലറിയാം. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഞാനും നീയും കേൾക്കുന്നില്ലെങ്കിൽ നിന്നിൽ വഞ്ചനയുടെ ആത്മാവാണ്. നീ എത്ര പ്രവർത്തിച്ചാലും ഒരു ഗുണം പിടിക്കില്ല. നീ എത്ര രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും, നീ എത്ര ആതുര സേവനം നടത്തിയാലും ഒരു ഗുണവും ഇല്ല സഹോദര. മനസ്സിലാക്കിയെടുത്തു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. യോഹന്നാൻ 17:7 വായിച്ച് 6 വായിച്ചേ. ദൈവത്തിൽ നിന്നുള്ളവരാണോ എന്ന് ഈ കർത്താവ് തന്നെ പറയുന്നതോടെ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ 17:6. പെട്ടെന്ന് വായിക്കേ, ഇല്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത, അവർ നിനക്കുള്ളവരായിരുന്നു. പിതാവ് തെരഞ്ഞെടുത്തു കൊടുത്തതാണ് ആദിമ അപ്പോസ്തലന്മാരായ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. പെന്തക്കോസ്തുകാരേ, ചെവി തുറന്നൊന്ന് കേട്ടാട്ടെ. സങ്കീർത്തനം വായിച്ച് വായിച്ച് ശുദ്രപ്രയോഗം നടത്തി നിങ്ങളെ ശുദ്രപ്രയോഗത്തിൽ മുക്കിയിട്ടിരിക്കുക ഇന്നത്തെ ആത്മീയ നേതൃത്വ നിരകൾ. അവർ കോടീശ്വരന്മാരായി, നിങ്ങൾ നരകത്തിലും പോകാറായി. അവർക്ക് ഈ ലോകസുഖമെങ്കിലും കിട്ടി, നിങ്ങൾക്ക് അതുമില്ല. കട്ടപ്പാടും ദാരിദ്ര്യവും മാറിയിട്ട് ഇന്നും നേരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ലോകത്തിൽ തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചു. മറ്റവരാരും പ്രമാണിച്ചില്ല. പൊട്ടടിക്കാനും രോഗശാന്തിക്കും ഭൂതശാന്തിക്കും അത്ഭുതം കാണാനും അടയാളം കാണാനും പല പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പിറകെ പോയി. ഉപദേശം കട്ടിയാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് കഠിനമാക്കുക, ആർക്ക് വേണമെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയല്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. സകല വചനം കൊണ്ടും, സകല വചനം കൊണ്ടും. പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് ആവശ്യമാണ്. അനുസരിക്കേണ്ടത് പുതിയ നിയമമാണ്. മനസ്സിലായല്ലോ? തെറ്റിപ്പോകരുത് പറയുന്നത്. ഈ പഴയ നിയമത്തിലെ ആരാധനയിലേക്ക് പോയാൽ നിനക്ക് യാഗവസ്തു വേണം, പുരോഹിതം വേണം, തൊപ്പി വേണം, വടിയടി വേണം, പുകയടി വേണം, പലതും വേണം. യാഗമൃഗം വേണം. സ്വോത്രാഴ്ച നേരെ കൊടുക്കാത്ത നീ ഒരു കാളക്കിടാനോ യാഗം ഉറപ്പിക്കാൻ പറഞ്ഞാൽ എന്തോ ചെയ്യും? 50-100 രൂപ ഇറുക്കിയിടുന്നത് നിങ്ങൾക്ക് ഞാൻ പലരും കണ്ടിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചാണ് കൊണ്ടിടുന്നത്. ഞങ്ങൾക്ക് പിന്നെ സ്വോത്രാഴ്ച പാത്രവും സഞ്ചിയൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. എല്ലാവരുടെയും മുമ്പേ കൊണ്ടുപോയി തെണ്ടിപ്പറക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. പ്രാർത്ഥന കഴിച്ച് പോകാൻ നേരത്ത് ദിവാസനം എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് സ്വോത്രം ചേർന്ന് പോകാതെ ഉള്ളൂ. പണ്ടൊരു പാത്രവും കൊച്ചു, ഇപ്പം പാത്രവും ഇല്ല. വേണ്ടത് ഇത് ആൾക്കാരെ പിഴിയാനുള്ള മാധ്യമങ്ങളെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളും അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ. ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആ മീറ്റിംഗ് നടത്താൻ, ആ മീറ്റിങ്ങിൽ ഇൻവോൾവ് ആവാൻ പാസ്റ്ററെ എനിക്കൊരു ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. എൻ്റെ സംഘാടകരായിട്ടുള്ളവർക്ക് ഈ മീറ്റിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് പാസ്റ്റർ ചെയ്തിരിക്കട്ടെ. സ്വോത്രം അത് മതി, ആർക്കുള്ളതൊന്നും വേണ്ട. ഞായറാഴ്ച സഭായത്തിന് വരുമ്പോൾ പാസ്റ്റർ ചെയ്ത് കയ്യിരിക്കട്ടെ, സ്വോത്രാഴ്ചയിട്ടിരിക്കുക, ഓക്കെ മതി. അതിന് ഈ സ്വോത്രവും പാഴ്ത്തനെയും കൊണ്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ തെണ്ടാൻ വേണ്ടല്ലോ. നമ്മൾ തെണ്ടികളായങ്ങൾ. ഞങ്ങൾ തെണ്ടികളൊന്നുമല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്.
കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നവരാ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതെന്താ കാര്യം? അത് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഒരു അനുഭവമാണ്. അതില്ലെങ്കിൽ ക്രിസ്തു ജീവിതമില്ല, കഷ്ടതയില്ലെങ്കിൽ കിരീടമില്ല. ഈ മഹത്വം പലരും മനസ്സിലാക്കിയിട്ടില്ല. ആരാധന ആത്മാവിലാണ്, സത്യത്തിലും ആത്മാവിലുമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. എത്ര പേര് ഇന്നത് വാൽക്കാലം മനസ്സിലാക്കുന്നു? ആത്മാവിന്റെ ആരാധന നമ്മുടെ ജീവിതത്തിലുണ്ടോ? എഫേസ്യ ലേഖനം 6:18 ഒന്ന് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 14:15 വായിച്ചാട്ട്. പെട്ടെന്ന് ആരാധനയെ കുറിച്ച്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലെ 18 ആത്മാവിൽ പ്രാർത്ഥിച്ചു, അതിനായി ജാഗരിച്ചു. അപ്പം ആത്മാവിലാണ് പ്രാർത്ഥന, ആത്മാവിലാണ് ആരാധന. ഇപ്പൊ ചോദിക്കും, ഞങ്ങൾ ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ട് പ്രാർത്ഥിച്ച് ജപം കഴിക്കാം. പ്രാർത്ഥന ആത്മാവിലാണ്, ആരാധന ആത്മാവിലാണ്. ദൈവവചനം പ്രസംഗിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ്, നമ്മുടെ ബുദ്ധിയും ശക്തിയൊന്നും ഉപയോഗിച്ചല്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:14 സഹോദരൻ, 1 കൊരിന്ത്യർ 14:26 ഇങ്ങനെ കാണുന്നു. സാകേൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലതും ആത്മീയ വർദ്ധനവിനായി ഉതകട്ടെ. ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് 150 സങ്കീർത്തനമല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവിൽ ആന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത് ആണ് സങ്കീർത്തനങ്ങൾ. ഒരു പുതിയ പാട്ട് പാടുന്നവർ ആത്മാവിൽ പാടുന്ന പാട്ടുകൾ. ഹല്ലേലൂയ. അന്യഭാഷയുണ്ട്. എല്ലാവരും കേൾക്കാൻ കിടന്ന് ബഹളം ഉണ്ടാക്കാനല്ല. അന്യഭാഷ സംസാരിക്കാൻ തനിക്ക് തന്നെ ആത്മീയവർദ്ധനപ്പെടുത്തും. അന്യഭാഷ പ്രവചിക്കുക വ്യാഖ്യാനം ഇല്ലാതെ ദൈവത്തോട് മനുഷ്യർ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. കിടന്ന് ബഹളം വയ്ക്കരുത്. ഈ കൾട്ട് ഗ്രൂപ്പുകൾ എനിക്കറിയാം. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു വലിയ മീറ്റിംഗ് നടത്തി, 21 ദിവസത്തെ മാസപ്രാർത്ഥന. ബൈക്ക് വെച്ച് അന്യഭാഷ അവിടെ നിന്ന് കാറുകയായിരുന്നു. 21 ദിവസത്തെ കൾട്ടുകാരുടെ ഉപദേശം കഴിഞ്ഞപ്പോൾ അവർ കോടീശ്വരന്മാരായി. വിശ്വാസികളൊക്കെയോ നേരെ നരകത്തിൽ പോകത്തക്ക പരുവത്തിലുമായി. ഇപ്പോഴങ്ങനെ കിടക്കുക, ആത്മീയ കുരുടന്മാരായി വിശ്വാസികൾ. കാരണം ഇവിടെ വേദോസ്തവത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി, ഉപദേശങ്ങൾ മനസ്സിലാക്കി, ദൈവസഭയുടെ ഉപദേശം എന്താണെന്ന് സഭയെ പഠിപ്പിക്കുന്ന ആത്മീയ കൂട്ടായ്മകൾ എത്ര ഉണ്ടെന്ന്. ഞങ്ങൾ 2000 കൂട്ടായ്മയുണ്ട്, ഞങ്ങൾക്ക് 3000 കൂട്ടായ്മയുണ്ട്, ഞങ്ങൾക്ക് 5000 കൂട്ടായ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതല്ലാതെ ഇതൊക്കെ എത്ര വചനവസ്തുപ്രകാരം പോകുന്നവരാണെന്ന് ആരാ ചിന്തിക്കുന്നേ? ഓരോരുത്തരും അവരുടെ ആൾബലം കാണിക്കാൻ, അവരുടെ ശക്തി കാണിക്കാൻ, അവരുടെ ഭൗതികം കാണിക്കുന്ന കുറെ അക്രാന്തങ്ങളാണ് ഈ മീറ്റിങ്ങുകൾ കണ്ടുവരുന്നത്. അല്ല, ഒന്നുമില്ല ഇതിന്. കടന്നു വരുന്ന ജനം ബന്ധിക്കപ്പെട്ടവരായി പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവത്തെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചില്ലെങ്കിൽ ഒരു ഗുണവുമില്ല, ശാപമേറ്റേ പോകുന്നു. മക്കൾ ഗൾഫിൽ പോയത് കൊണ്ടോ കാശ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ദൈവാനുഗ്രഹമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റി. ഇന്ന് തിരുത്തണം. മക്കൾ ഗൾഫിൽ നയിക്കുന്ന പൗണ്ടും റിയാലും പിന്നെ ഡോളറും യൂറോയും ഇതൊന്നും ദൈവാനുഗ്രഹമായിട്ട് ആരും കാണരുത്. അങ്ങനെയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കോടീശ്വരന്മാരായിട്ട് ജീവിക്കുന്നത് അവരെ ദൈവം അനുഗ്രഹിച്ചവരാണെന്ന് പറയേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങളിലെ അറബികളുടെ പണം കൈപ്പറ്റുന്ന മലയാളികളും മറ്റിതര രാജ്യക്കാരെല്ലാം ദൈവാനുഗ്രഹം പ്രാപിച്ചവരാണെന്ന് പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെയല്ല. ദൈവാനുഗ്രഹം എഫേസ്യർ 1:3 സ്വർഗത്തിലെ ദൈവ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പോൾ നമ്മളെ ആത്മീയമാണ് പുതിയ നിയമസഭയിൽ ആത്മീയമായിട്ടാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആത്മീയ ദാരിദ്ര്യത്തിന്റെ പടുകുഴി കിടക്കുക. പ്രാർത്ഥിച്ചും ആരാധിച്ചും
കൃപകളും വരങ്ങളും പ്രാപിച്ച ആത്മാവിൻ്റെ ഫലത്തോടുകൂടെ, ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസൗമ്യത, ഇന്ദ്രിയ ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മഫലത്താലും വരത്താലും നിറയപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതമാണ് ദൈവാനുഗ്രഹം. പൈസ കൂടുന്നതല്ല, ഡോളർ കൂടുന്നതല്ല, വീടോട് വീട് കൂട്ടുന്നതല്ല. അത് അയ്യോ കട്ടോ എന്നാ പ്രവാചകൻ പറഞ്ഞത്. എനിക്കറിയാം, വീടോട് വീട് കൂട്ടുകയും വയലോട് വയല് കൂട്ടുകയും ചെയ്തവൻ ഇവിടെ ദൈവം അനുഗ്രഹിപ്പിച്ചെന്ന് പറഞ്ഞ് നടക്കുക. മക്കളെല്ലാം വിദേശത്താ, ഭാര്യയ്ക്ക് ജോലി, ഭർത്താവിന് ജോലി, മക്കളെ നോക്കാൻ സർവന്റ് തിന്ന് കൊഴുത്ത് ജയലളിതയെ പോലെയായി. മക്കളൊക്കെയോ എല്ലും കഷ്ടങ്ങളായി കിടക്കുക. ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു ഇല്ല, ദൈവാനുഗ്രഹമല്ല. അത് നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടിയവരെ പോയതാ. സാധാരണ ചില റൂട്ട് തിരിച്ചു തന്നു, അതിലൂടെ അങ്ങ് പോയി ചെന്ന് കയറി കൊടുത്തു വിദേശ രാജ്യങ്ങളിൽ. അതിന് നമ്മളിട്ടത് ഓമന പേര് എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളെയും ദൈവം 4 രാജ്യത്തിലേക്ക് അയച്ചു. 4 മരുമക്കളും വിദേശങ്ങളിൽ ജോലിയെടുക്കുന്നു. എൻ്റെ മക്കളെല്ലാം വിദേശത്ത് പാർക്കുന്നു. അവർ സന്തോഷത്തോടെ അവിടെ ആയിരിക്കുന്നു. ചെന്ന് അന്വേഷിച്ച് നോക്കണം സന്തോഷത്തോടെ ആയിരിക്കുന്നത്. അനങ്ങിയ ഡൈവോഴ്സാണെന്ന് പറഞ്ഞിരിക്കുക രണ്ടും കൂടി. ഇതൊക്കെ എത്രയോ കണ്ടതും കേട്ടതും അധികം മക്കളെ. ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണും മടുത്തു മനസ്സും മടുത്തിരിക്കുന്ന എന്നോടാണോ ഈ പറയുന്നത്? നിങ്ങളെ അഹങ്കാരത്തിൻ്റെ വാക്കായിട്ട് നിങ്ങൾ ഈ പറയല്ലേ? അനേക ജീവിത അനുഭവങ്ങളെ എടുത്ത് പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ആത്മാവിൽ ആരാധിച്ച് ആരാധ്യനെ പോലെ നമുക്കായിത്തീരണം. ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മളിൽ ആത്മശക്തി വരും, ദൈവകൃപ വരും, ആത്മാവിൻ്റെ ഫലം വരും. ആത്മാവിൽ ആരാധിച്ചിട്ട് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം ഇവ ഇല്ലാത്തവരാരും ആത്മാവിൻ്റെ ആരാധന അവർക്കില്ല. ആ ആരാധന വെറും പാഴാണ്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇത് നമുക്കുണ്ടാകണം. അന്യഭാഷ പറയുന്നവർ ആത്മഫലം ഉണ്ടാകണം. എനിക്കിതുവരെ ഇല്ല പാസ്റ്ററെ. ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് ആത്മഫലം പ്രാപിച്ചോണം. ഇല്ലെങ്കിൽ ആത്മാവ് നശിച്ചു പോകും. ഇതൊക്കെ പഠിപ്പിക്കാൻ ഞങ്ങളെപ്പോലെ ആർജവമുള്ളവർ ഇത് ഭൂമിയിൽ കുറവാ, വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസികളുടെ ഭൗതിക വിഷയങ്ങൾ നേടിയെടുക്കുന്ന ഒരു വലിയ സമൂഹമായി നമ്മുടെ പെന്തക്കോ സമൂഹം മാറ്റപ്പെട്ടു കഴിഞ്ഞു, ജീർണിച്ചു കഴിഞ്ഞു. തലയറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ഭൗതികത്തിന് വേണ്ടിയല്ല, ആത്മീക നിലവാരം ഉയർത്തിയെടുക്കാനാ. യാചിപ്പിൻ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. എന്തിനു യാചിക്കണം, എന്തിനു മുട്ടണം, എന്തിനു അന്വേഷിക്കണം? പാസ്റ്റർമാരെ തിരിച്ചു പഠിപ്പിക്കുക. വിസയ്ക്ക് വേണ്ടി കിടന്ന് യാചിച്ചോ, മുട്ടിക്കോ, അന്വേഷിച്ചോ, കിട്ടുന്നവരെ ചെയ്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കിട്ടിയപ്പോൾ അത് നിർത്തി. കർത്താവ് പറഞ്ഞ വിസയ്ക്ക് വേണ്ടിയല്ല, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പരിശുദ്ധാഭിഷേകം പ്രാപിക്കാത്തവരും ദൈവം പ്രാപിക്കാത്തവരും ആത്മീയനുഗ്രഹം പ്രാപിക്കാത്തവരും അതിനുവേണ്ടി കിടന്ന് യാചിക്കാനും മുട്ടാനും അന്വേഷിക്കാനും കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട റവറന്റ് ഡോക്ടർ പാസ്റ്റർമാർ എന്ത് ചെയ്തു? അതെടുത്ത് അങ്ങ് തിരിച്ചിട്ടു. വചനത്തെ കോട്ടിക്കളഞ്ഞു, കൂട്ടിച്ചേർത്ത് മറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിനെയൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എതിരാളികൾ ഒത്തിരി ഉണ്ട്, ഒരു കുഴപ്പമില്ല. നാളെ നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ വന്നങ്ങ് തട്ട്. എന്നോട് എനിക്കൊരു സഹോദരൻ പറഞ്ഞു, നിങ്ങളെ ഒരാള് കാണാനിരിക്കുക. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. വെറുതെ കാണാനല്ല, 2 തരാൻ വരാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വന്നോളാൻ പറഞ്ഞു. അത് തല്ലാൻ പറ്റുമെങ്കിൽ തല്ലണം, ഇതല്ലാൻ പറ്റിയില്ല, വന്നിട്ട് സ്നേഹത്തോടെ ഇടപെടാനും കുഴപ്പമൊന്നുമില്ല. എനിവേ വന്നു കഴിഞ്ഞാൽ ബിരിയാണിയും വണ്ടിക്കാശും കൊടുത്തിരിക്കും, ഉറപ്പാ. വരുന്നവര് വരുന്ന സ്ഥലത്ത് ചെന്നെത്താൻ തിരിച്ചു പോകാനുള്ള വണ്ടിക്കാശും ബിരിയാണിയും കൊടുത്തിരിക്കും, ഉറപ്പാ. അതോളം പറഞ്ഞു. എന്നെ പറഞ്ഞിട്ട് ഒരു 3-4 വർഷമായിട്ടായി, ഇതുവരെ ആരും വന്നിട്ടില്ല. നാളെ വരുമായിരിക്കാം, അംഗീകരിക്കപ്പെട്ടതങ്ങ് പോകാം. ദൈവമക്കൾ ഇതൊക്കെ ആരോടായി പറയുന്നേ? ഞാൻ 19 വർഷമായി വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഇത് പഠിച്ച് തീർന്നിട്ടില്ല, തീരത്തുമില്ല.
എൻ്റെ പഠനക്കളരിയിൽ ഞാൻ ഈ ലോകത്തിൽ മാറ്റപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് വായിത്തോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോരുത്തരും. എന്നിട്ട് അതിന് പ്രസംഗമൊന്നും അതിന് ഇത്ര വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോരുത്തരും. എന്തോ ഒരു വിരോധാഭാസമാണ്. ആത്മീയ ആരാധനയിലേക്ക് മടങ്ങി വരട്ടെ ദൈവമക്കൾ. ഹല്ലേലൂയ. ആരാധന എന്താണെന്ന് പഠിക്കണം. കൊലോസ്യ ലേഖനത്തിൽ ആരാധനയെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം കൊലോസ്യ ലേഖനം എഴുതിയ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിച്ച് പഠിപ്പിക്കണം, ബുദ്ധി ഉപദേശിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് പാടണം. മർക്കോസിൻ്റെയോ ഗസ്റ്ററിൻ്റെയും പാട്ട് പാടിക്കൊണ്ടിരിക്കാനല്ല പറയുന്നത് ഇവിടെ. അതൊക്കെ വേറെ സമയമുണ്ടെങ്കിൽ പാടിക്കോ. ഇവിടെ ആരാധനയിലുള്ള പാട്ട് ആത്മാവിൽ പാടണം. ഞാനത് പാടാറുണ്ട്. എൻ്റെ റൂമിൽ ഇരുന്ന് പാടാറുണ്ട്, ബൈക്കിന് പോകുമ്പോൾ പാടാറുണ്ട്, ട്രെയിനിൽ ഇരുന്ന് പാടാറുണ്ട്, ബസ് യാത്രയിൽ പാടാറുണ്ട്. അതിനൊരു കുഴപ്പമില്ല. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. ആരാധന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും. ഇത് പല ചർച്ചകളിലും. AG ചർച്ചിൻ്റെ ഒരു പാസ്റ്ററുണ്ട്, പാസ്റ്റർ പേരൊക്കെ പറഞ്ഞു, കേക്കച്ചെറിയാനാണെന്ന് തോന്നുന്നു, കേക്കച്ചെറിയാനല്ല, അവരൊക്കെ ഒരു പാട്ട് പാടി തുടങ്ങി കഴിഞ്ഞാൽ 2-3 വരി പാടും, പിന്നെ ആത്മാവിലൊക്കെ ആരാധിക്കുക ദൈവത്തെ. എന്തൊരു ആരാധനയാണെന്നറിയോ? അമ്മച്ചിമാരും പ്രായമുള്ളവരും കുട്ടികളും എല്ലാം ആത്മാവിലൊക്കെ ആരാധിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. ഈ ഉണക്ക പാട്ട് പാടിക്കൊണ്ടിരിക്കാനല്ല. പാട്ട് പാടാൻ ഒരു സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ ഒരു വേദി ഉണ്ടാക്കി അവിടെ പോയി പാടിക്കോ, ഗിറ്റാറും ഓർഗനും അർപ്പണവും ഒക്കെ വെച്ച്. 10 ആൾക്കാർ കേൾക്കട്ടെ, കേട്ടവർ വരട്ടെ. 3-4 പാട്ട് പാടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൈവവചനം പ്രസംഗിച്ചവരെ കേൾപ്പിക്കേ. ഈ പാട്ട് കുർബാനയൊക്കെ അങ്ങോട്ട് നിർത്തുക. ആത്മാവിന്റെ ആരാധന നടക്കട്ടെ. സഭകളിൽ നഷ്ടമായത് ആത്മാവിന്റെ ആരാധനയാണ്. ഞങ്ങൾ അരമണിക്കൂർ ആത്മാവിൽ ആരാധിക്കും. ആത്മാവ് പ്രാപിച്ചവർ ആത്മാവിൽ ആരാധിക്കും, അല്ലാത്തവർ ചുമ്മാ തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് തോത്രം പറഞ്ഞ് കുഴഞ്ഞിട്ടിരുന്ന് ഉറക്കം തൂങ്ങുകയൊക്കെ ചെയ്യും. ആത്മാവിൽ ആരാധിക്കുന്നവർ ആരാധിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ നടക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ മഞ്ഞുപോലെ ഉരുക്കിക്കളയാൻ ദൈവത്തിന് കഴിയും. അതാണ് പൗലോസ് ശീലാസിന്റെയും ജീവിതത്തിൽ സംഭവിച്ചത്. പ്രതികൂലത്തിന്റെ തടവിൽ അവർ ദൈവത്തെ ആരാധിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. പിടിച്ചു കുലുക്കി തമ്പുരാൻ. കേരള എന്ന് പറഞ്ഞവരൊക്കെ യജമാനനെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് മുമ്പിൽ വന്നിരിക്കുക. അതാണ് ദൈവപ്രവൃത്തി. ഇപ്പൊ നമ്മളിപ്പോ അത് പാടിക്കൊണ്ടിരിക്കുക. രാത്രികാലേ പത്രോസ് ശീലാസും ആരാധിച്ചപ്പോൾ കെട്ടുകൾ പൊട്ടി ബന്ധനം ഒഴിഞ്ഞു. നമ്മൾ പാടിക്കൊണ്ടിരിക്കുക. അവരാത്മാവിൽ ആരാധിച്ചെന്ന് പറഞ്ഞ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുക. അയ്യോ പണ്ടക്കോ സ്വാമികളെ, അങ്ങനെ പറയാതെ അവരാരാധിച്ചതുപോലെ നമ്മളും ആരാധിക്കാൻ തുടങ്ങി നോക്കിയേ. അവസ്ഥകൾക്ക് വ്യത്യാസം വരുമെന്ന് നോക്കാം. പിശാചുക്കൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം വരും സുവിശേഷ ഫീൽഡിലൊക്കെ. ദൈവജനം ആത്മാവിൽ ആരാധിച്ച് നോക്കി ഓടിപ്പോവും. വടക്കേ ഇന്ത്യയിൽ ഒരു ക്ലിപ്പ് ഒരിക്കൽ ഞാൻ കണ്ടു. ഒരു കൂട്ടം ജനം, പാപം പിടിച്ച ഒരു കൂട്ടം ജനം, അക്ഷരാഭ്യാസമില്ലാത്തവർ, കൂലിപ്പടി എടുത്ത് നടക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, അവർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഹോള്, അവരുടെ സഭാ ഹോളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ കേരളത്തിലുള്ളതുപോലെ കോടീശ്വരന്മാരുടെ ഹോളുകളൊന്നുമല്ല. AC കൂസിയൊന്നും ഇല്ല. അതിന് 4 ഉണക്ക കമ്പ് നിർത്തിയിട്ടുണ്ട്, നീല ഷീറ്റ് വലിച്ച് കട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചാണാൻ മെഴുകിയതുപോലെയുള്ള തറകൾ. അവിടെ ഇരുന്ന് അവർ ആരാധിക്കുക, ഒട്ടിന്മേലിരുന്ന് ആരാധിക്കുക. ഒരു 10-50 സഹോദരി സഹോദരന്മാരെല്ലാം കൂടി ഉണ്ടതിന് ആരാധിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ വിരോധികൾ വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? എനിക്കത് വലിയ വിചിത്രമായിട്ട് തോന്നി. ഈ തൂണുകൾ ഓരോന്നും പറിച്ചെടുത്തു അവർ.
ആ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് അവർ പറിച്ചെടുത്തു. അത് കംപ്ലീറ്റ് അങ്ങനെ തന്നെ പൊക്കി എടുത്തങ്ങ് മാറ്റി ദൂരെ കൊണ്ടുപോയി കളഞ്ഞു, കത്തിച്ച് കളഞ്ഞു. ഇത്രയും ചെയ്തിട്ട് ഈ ജനം എന്ത് ചെയ്യുക? ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് പറയുക, ഇത്രയൊക്കെ ചെയ്തിട്ട് അറിയാത്ത യവന്മാരോട്, ഈ പോഴന്മാരോട് നമ്മൾ എന്ത് പറയാനാ? നമുക്ക് പോടാന്ന് പറഞ്ഞു അവർ കളഞ്ഞിട്ട് പോയി. അതാരും സോഷ്യൽ മീഡിയയിലൊന്നും എടുത്തിട്ട് പറഞ്ഞുമില്ല, പ്രസംഗിച്ചൊന്നുമില്ല. ഞാനത് പ്രസംഗിക്കാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെങ്കിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തെ തൊടാനായിട്ട് പിശാചിന് കഴിയില്ല. പ്രിയമുള്ളവരെ, ഇത് വന്ന് ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നതിന് കാരണം ഒന്ന് തരികിട അടിച്ചുകൊണ്ടിരിക്കുക. പലരും ചക്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. വടക്കേറ്റിൽ ഒരു ഹോളിൽ കയറി ഒരു അച്ചായൻ ഒരു വടി കൊണ്ട് ഒരു അടി അടിച്ചിട്ട് അച്ചായൻ അവിടെ കിടന്ന് കാറിയ കാഴ്ച കാറില് ഇപ്പോഴും എൻ്റെ ചെവി മുടങ്ങുകയാണ്. നീ ആത്മാവിൽ അവർ പിടിക്കാൻ വരുമ്പോൾ ആത്മാവിലായി. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, ഒരു പാസ്റ്ററെ പിടിച്ചോണ്ട് പോയപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാ, പിടിക്കാൻ വരുമ്പോൾ അവൻ്റെ കൈ വിറയ്ക്കണമെന്ന്. നല്ല കാര്യം, അത് നടക്കണ്ടേ? ഈ വേണ്ട, നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോയി തല്ലി കൊല്ലട്ടെ, അങ്ങ് മരിച്ചോന്നേ. എൻ്റെ നിമിത്തം നിങ്ങളുടെ പ്രാണൻ നഷ്ടമായാൽ നേടിയതല്ലേ കർത്താവ് പഠിപ്പിച്ചേ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു. ആരെങ്കിലും വരുമ്പോൾ ഓടിക്കളഞ്ഞാൽ എന്ത് പറ്റും? നീ നിന്റെ പ്രാണനെ നഷ്ടമാക്കി, രക്ഷപ്പെട്ടു. സുവിശേഷ വിരോധികൾ നാളെ നമ്മളെ തല്ലിക്കൊല്ലും ഈ കേരളക്കരയിൽ. ഒരുപക്ഷെ ഞാനതിൻ്റെ ഇരയാകാം, നിങ്ങളതിൻ്റെ ഇരകളാകാം. അങ്ങനെ മരിച്ചു പോകണം. കർത്താവിൻ്റെ ശിഷ്യന്മാരെങ്ങനെയാ മരിച്ചേ? രക്തസാക്ഷികളായി. ഈ ലേഖനം വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, പൗലൂസ് എഴുതിയ, പൗലൂസ് എങ്ങനെയാ മരിച്ചത്? റോമൻ സാമ്രാജ്യം പൗലൂസിന്റെ തല വെട്ടിയെടുക്കുക ചെയ്ത്. അഗ്രഗണ്യനായ അപ്പോസ്തലൻ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു കൊല്ലുക ചെയ്ത്. മനോഹരമായ ഒരൊറ്റ ലേഖനം എഴുതിയ യാക്കോബിന്റെ തല തുണി ഈ ചാരം മുക്കി വെച്ചിട്ട് തുണിയെ കമ്പ് കൊണ്ട് അടിക്കും, അടിച്ചാണ് തുണിയെ കഴുകുന്നത്. ഇന്നത്തെ പോലെ വാഷിംഗ് മെഷീൻ 2000 വർഷം മുമ്പുള്ള അതേ ഈ പറയുന്നത്. ആ മരക്കട്ടി കൊണ്ട് യോഹന്നാന്റെ തല അടിച്ച് പൊട്ടിച്ചാ യോഹന്നാൻ ചാകുന്നത്. നമ്മളെന്താ വിചാരിച്ചേ? ഹല്ലേലൂയ, സ്തോത്രം.